ഹായ് ഫ്രണ്ട്സ്, ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് 2ൻ്റെ മറ്റൊരു ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻട്രിഫ്യൂഗൽ ക്ലച്ചസിനെ പറ്റിയാണ്. സെൻട്രിഫ്യൂഗൽ ക്ലച്ചസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഏതൊരു ക്ലച്ച് എടുത്താലും നമുക്കൊരു ഡ്രൈവിംഗ് പാർട്ടും ഒരു ഡ്രിവൺ പാർട്ടും ഉണ്ടാവും അല്ലേ. അപ്പം ഡ്രൈവിംഗ് പാർട്ട് ഒരു സർട്ടൻ സ്പീഡ് അറ്റൈൻ ചെയ്ത ശേഷം മാത്രം ലോഡുമായിട്ട് എൻഗേജ് ചെയ്താൽ മതിയെങ്കിൽ, അതായത് ഡ്രിവൺ സിസ്റ്റമായിട്ട് എൻഗേജ് ചെയ്താൽ മതിയെങ്കിൽ, അത്തരം കേസസിലാണ് നമ്മൾ നോർമലി എന്ത് യൂസ് ചെയ്യുന്നത്? സെൻട്രിഫ്യൂഗൽ ക്ലച്ചസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫിഗറിൽ കാണുന്ന പോലെ ഒരു സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൻ്റെ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫിഗർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഒരു സ്പൈഡർ ലൈക്ക് അറേഞ്ച്മെൻറ്റ്. ഇവിടെ സ്പൈഡർ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പൈഡർ ലൈക്ക് അറേഞ്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ സ്പൈഡർ ലൈക്ക് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് റേഡിയലി 4 ഡയറക്ഷനിലേക്ക്, ഇത് ഒരെണ്ണമുണ്ട്, ഇവിടെ അടുത്ത ഒരെണ്ണമുണ്ട്, ഇവിടെ അടുത്ത ഒരെണ്ണമുണ്ട്, ഇവിടുത്തെ ഒരെണ്ണം. ഈ റേഡിയൽ വെയിൻസ് അല്ലെങ്കിൽ റേഡിയൽ ആയിട്ടുള്ള സ്പൈഡേഴ്സിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മളിവിടെ ഷൂ എന്ന് പറയുന്ന അറേഞ്ച്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഷൂവിനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഫിഗറിൽ കാണുന്ന പോലെ ഒരു സ്പ്രിംഗ് സിസ്റ്റം ഉണ്ട്. ഷൂവിൻ്റെ ഔട്ടർ സർഫസിൽ നമുക്ക് എന്തുകൊണ്ട് ഒരു ഫ്രിക്ഷൻ ലൈനിങ്ങും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷൂവിൻ്റെ സ്ലൈഡിങ് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? ഇവിടെ നമ്മൾ ഈ സ്പ്രിങ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഈ എൻ്റയർ അസംബ്ലിനെ നമ്മൾ എക്സ്റ്റേണലി ഒരു ഡ്രമ്മുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഡ്രമ്മ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഡ്രിവൺ സിസ്റ്റവുമായിട്ടുള്ള കണക്ഷൻ വരുന്നത് ആണ് എന്ന് പറയുന്ന ആ ഡ്രം എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ ക്ലച്ച് വർക്ക് ചെയ്യുന്നത്? അപ്പോൾ ഈ പേരിൽ തന്നെയുണ്ട് സെൻട്രിഫ്യൂഗൽ ക്ലച്ച്. ദാറ്റ് മീൻസ് ഇവിടെ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ പ്രിൻസിപ്പിൾ. അതായത് ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിക്കകത്ത് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ കൂടി എന്ത് ഡെവലപ്പ് ചെയ്യുന്നു? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് യൂഷ്വലി എല്ലാവർക്കും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല പണ്ട് തൊട്ടേ നമ്മൾ പഠിക്കുന്നതാണ്. P= എന്ത് പഠിച്ചിട്ടുണ്ട്? mr²² എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അതേ ഇക്വേഷൻ തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം, നമുക്കിവിടെ ഒരു ഷൂ അറേഞ്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഷൂവിൻ്റെ ഔട്ടർ സർഫസിലാണ് ഫ്രിക്ഷൻ ലൈനിങ് ഉള്ളത്. അപ്പോൾ 4 ഷൂസാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 4 സെക്ഷൻ പോലെയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇതിനി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ, ഇപ്പം എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കറിയാം ഈ സ്പ്രിങ് എന്ന് പറയുന്നത്, സ്പ്രിങ് ഫോഴ്സ് എന്ന് പറയുന്നതാണ് ഈ ഷൂവിനെ എന്ത് ചെയ്യുന്നത്? അതിൻ്റെ പൊസിഷനിൽ റീറ്റെയിൻ ചെയ്ത് നിർത്തുന്നത്. ഓക്കെ, അപ്പം ഇനീഷ്യലി ഉള്ള, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ, അതായത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻഗേജ്മെൻറ്റ് തുടങ്ങാൻ പോവുകയാണ്. അപ്പം എൻഗേജ്മെൻറ്റ് തുടങ്ങുമ്പോഴുള്ള സ്പീഡ് ലെറ്റ് ഇറ്റ് ബി ω1. അപ്പം ω1 എന്ന് പറയുന്നതാണ് എൻ്റെ എൻഗേജ്മെൻറ്റ് തുടങ്ങുമ്പോഴുള്ള എൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്പീഡിൽ കറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, എൻഗേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ സ്പ്രിംഗ് ഫോഴ്സും ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ഈ സ്പീഡ് കാരണം ഉണ്ടാകുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സും തമ്മിൽ എന്ത് ചെയ്യും? ബാലൻസ് ചെയ്ത് നിൽക്കും. അപ്പം ω1 എന്ന് പറയുന്ന ആംഗുലാർ സ്പീഡിലാണ് എൻ്റെ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ സ്പീഡ് കാരണം ഉണ്ടാകുന്ന എൻ്റെ ഇനീഷ്യൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ റണ്ണിങ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബാലൻസ്ഡ് ബൈ ദി സ്പ്രിംഗ് ഫോഴ്സ്. അപ്പോൾ നമുക്കറിയാം, എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോലിയാണ് അതിൻ്റെ റണ്ണിങ് സ്പീഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ പറയാം, ഈ ω1 നിന്ന് അവൻ എവിടേക്ക് എത്തുന്നു? ω2 എന്ന് പറയുന്ന റണ്ണിങ് സ്പീഡിലേക്ക് എത്തുന്നു. എന്ന് പറഞ്ഞാൽ ω വാല്യൂ കൂടുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ നോക്കുമ്പോഴേ അറിയാം, ഫോഴ്സ് എന്ത് ചെയ്യും? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൂടും. അപ്പം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൂടുക എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഇത് ആരെയായിട്ട് ബാലൻസ് ചെയ്തു? സ്പ്രിംഗ് ഫോഴ്സുമായിട്ട് ബാലൻസ് ചെയ്തെങ്കിൽ ഇപ്പോൾ ω1 കൂടുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് പറയാൻ പറ്റും സ്പ്രിംഗ് ഫോഴ്സിനേക്കാളും കൂടിയ ഫോഴ്സ് ആയിരിക്കും ഇതെന്ന് പറയുന്നത്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഈ സ്പ്രിങ്ങിന് എഗനിസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഈ ഷൂ റേഡിയലി ഔട്ട്വേർഡ് മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ മൂവ് ചെയ്ത് ഇവൻ എന്ത് ചെയ്യും? ω2 എന്ന് പറയുന്ന സ്പീഡ് എത്തുമ്പോഴത്തേക്കിനും ഈ ഡ്രമ്മുമായിട്ട് എന്ത് ചെയ്യും? എൻഗേജ് ആവും, കോണ്ടാക്റ്റിൽ വരും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ആ ω2 എന്ന് പറയുന്ന സ്പീഡിലായിരിക്കും ഈ ഡ്രമ്മും ഉൾപ്പെടെ റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഈ സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവൻ ω1, അതായത് എൻഗേജ്മെൻറ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ω1 ആയിരുന്നു. അപ്പോൾ ω1 കറങ്ങുന്ന സമയത്ത് ഇവിടുത്തെ സ്പ്രിങ് സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്, ഇവിടുത്തെ സ്പ്രിംഗ് ഫോഴ്സ് ആണ് എന്തിനെ ബാലൻസ്? ഈ ഷൂവിൻ്റെ പൊസിഷനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത്, അതായത് പൊസിഷനെ പിടിച്ച് നിർത്തുന്നത്. കറങ്ങാൻ തുടങ്ങിയാലും അതിൻ്റെ പൊസിഷനെ തന്നെ പിടിച്ച് നിർത്തുന്നത് ആരാണ്? ഈ സ്പ്രിംഗ് ഫോഴ്സാണ്. സ്ലോലി ഈ സ്പീഡ് ω1 നിന്ന് ω2 പോകും തോറും ω1 ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുവാണ്.
അപ്പോഴത്തേക്കിനും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ത് ചെയ്യും, കൂടാൻ തുടങ്ങും. കാര്യം ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഒമേഗ സ്ക്വയർ ആണ്. സോ ഒബ്വിയസ്ലി സെൻട്രിഫ്യൂഗൽ ഫോഴ്സും കൂടാൻ തുടങ്ങും. സ്ലോലി സ്പ്രിംഗ് ഫോഴ്സിനേക്കാളും ഒരു വലിയ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആയിരിക്കും സിസ്റ്റത്തിൽ ആക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ ഷൂവ് റേഡിയലി എന്ത് ചെയ്യും, ഔട്ട്വേർഡ് ഡയറക്ഷൻ മൂവ് ചെയ്ത് ഒരു ഒമേഗ 2 എന്ന് പറയുന്ന റണ്ണിങ് സ്പീഡിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും, അവൻ ആ ഡ്രമ്മുമായിട്ട് എന്ത് വരും, കോണ്ടാക്റ്റിൽ വരും. അപ്പം നമുക്ക് 2 സ്പീഡുകളാണുള്ളത്. അപ്പോൾ റണ്ണിങ് സ്പീഡ് ഒമേഗ 2 ഉണ്ട്, അതുപോലെ സ്റ്റാർട്ടിങ് സ്പീഡ് അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സ്പീഡും ഉണ്ട്. അപ്പോൾ ഈ 2 സ്പീഡുകളുണ്ടായത് 2 സ്പീഡിൽ നമുക്ക് 2 സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആയിരിക്കും കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇനീഷ്യലി ഉള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ എഴുതാൻ പോവാണ്. സേ PCF മനസ്സിലാക്കാൻ വേണ്ടി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എഴുതി. അറ്റ് ദി സ്റ്റാർട്ടിംഗ് പോയിന്റിലുള്ള നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, എൻ്റെ ഷൂ ഏതാണോ ആ ഷൂവിൻ്റെ റണ്ണിങ് പൊസിഷനിലുള്ള സെൻട്രോ ഗ്രാവിറ്റി ഏതാണോ. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ഷൂവിൻ്റെ മാത്രം ഫിഗർ ഇവിടെ ഡ്രമ്മുമായിട്ട് കോൺടാക്റ്റിൽ വരുന്ന പൊസിഷൻ അവിടെ കാണിച്ചിട്ടുണ്ട്. അവിടെ എൻ്റെ സെൻട്രോ ഗ്രാവിറ്റി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സെൻട്രോ ഗ്രാവിറ്റിയിൽ കൂടി ആയിരിക്കും എന്ത് ആക്ട് ചെയ്യുന്നത്, അതിൻ്റെ എന്ത് ആക്ട് ചെയ്യാൻ പോകുന്നത്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യാൻ പോകുന്നു. അപ്പം ഇവിടുത്തെ റേഡിയസ്, എൻ്റെ സെൻറ്റർ മുതൽ എൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള എൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്, ആർ ജി വെച്ചിട്ടാണ് ഞാൻ റെപ്രസെൻറ്റ്, R∗G. സോ RG ഈസ് ദ റേഡിയസ് ഓഫ് ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി ഷൂ ഇൻ ദി എൻഗേജ്ഡ് പൊസിഷൻ. അതിനെയാണ് നമ്മൾ RG കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഏറ്റവും ഔട്ടറിൽ എന്തുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡ്രം ഉണ്ട്. അപ്പം സെൻറ്റർ തൊട്ട് ഡ്രം വരെയുള്ള ആ റേഡിയസ് അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന RD എന്നാണ്. RD. സോ RD ഈസ് ദ റേഡിയസ് ഓഫ് ദി ഡ്രം. ഇനി ഈ ഷൂവിന് ഒരു മാസ് കാണും. ആ മാസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലെറ്റ് ഇറ്റ് ബി M. സോ M ഈസ് ദ മാസ് ഓഫ് ദി ഷൂ. ദെൻ PCF എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. PS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്പ്രിംഗ് ഫോഴ്സ് ആണ്. ഒമേഗ 2 എന്ന് പറയുന്നത് എൻ്റെ റണ്ണിങ് സ്പീഡും omega 1 is the speed at which the engagement starts. അപ്പോൾ ഈ ഒരു കണ്ടീഷൻസ് വെച്ചുകൊണ്ട് അപ്പോൾ ഞാൻ എൻ്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതിനകത്താണ്, ഷൂവിനകത്ത് അല്ലേ. ഷൂവിൻ്റെ സെൻട്രോ ഗ്രാവിറ്റിയിലാണ്. അപ്പോൾ ആ ഷൂവിൻ്റെ സെൻട്രോ ഗ്രാവിറ്റി വരെയുള്ള റേഡിയസ് RG ആണെങ്കിൽ ഇനീഷ്യലി ഉള്ള, അതായത് എൻഗേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലുള്ള എൻ്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇറ്റ് ഈസ് m⍵1² RG ഡിവൈഡഡ് ബൈ 1000. എന്തുകൊണ്ടാണ് 1000 ഇട്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമലി നമുക്ക് റേഡിയസ് നമ്മൾ എന്തിലായിരിക്കും, റേഡിയസ് എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ എന്തിലായിരിക്കും, mmലായിരിക്കും ഇടുക. അത് നിങ്ങൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ബൈ 1000 ഇട്ടിരിക്കുന്നത്. സോ എൻഗേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇതാണെങ്കിൽ, റൺ ചെയ്ത് അതിൻ്റെ പർട്ടിക്കുലർ സ്പീഡ് അറ്റൈൻ ചെയ്ത്, അതായത് ഒമേഗ 2 അറ്റൈൻ ചെയ്ത് കഴിയുമ്പോഴുള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എത്രയായിട്ട് മാറും, സോ m⍵2² RG divided by 1000. സോ ഇവിടെയും 1000 ഇട്ടിരിക്കുന്നത് എന്തിനാണ്, നമുക്ക് mmലോട്ട് മാറ്റാൻ വേണ്ടി. അപ്പം ഇനീഷ്യലി ഉള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇതാ. അപ്പം ഇനീഷ്യലി ഉള്ള ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് ആരുമായിട്ട് ബാലൻസ് ആയി നിൽക്കുന്നത്, സ്പ്രിംഗ് ഫോഴ്സുമായിട്ട് ബാലൻസ് ചെയ്തിരിക്കുന്നത്. ദെയർഫോർ എനിക്ക് സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം, സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് എഴുതാം, ഞാൻ അതിനെ F എന്ന് എഴുതുക, ക്യാപിറ്റൽ F എന്ന് എഴുതുക. സ്പ്രിംഗ് ഫോഴ്സ് ഒന്നെങ്കിൽ PS എന്ന് എഴുതാം, അല്ലെങ്കിൽ ഞാൻ PS എന്ന് തന്നെ എഴുതാം. PS ഈസ് ഈക്വൽ ടു, അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം, PCF അറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലേ, അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷൻ. സോ വിച്ച് ഈസ് ഈക്വൽ ടു, എനിക്ക് അപ്പോൾ എങ്ങനെ എഴുതാം, m⍵1² RG ഡിവൈഡഡ് ബൈ 1000. ദിസ് ഈസ് ദ സ്പ്രിംഗ് ഫോഴ്സ്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ, അതായത് ഡിസൈൻ സ്റ്റെപ്സ് പറയുകയാണെങ്കിൽ, ഇക്വേഷൻസ് ഒന്നും നമുക്ക് ഡേറ്റാ ബുക്കിലില്ല. നമ്മൾ ഇക്വേഷൻസ് സ്വന്തമായിട്ട് ഡിറൈവ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ടി വരും. വളരെ എളുപ്പമാണ് ഇക്വേഷൻസ്. നമുക്കിതിലാകെ 3 സ്റ്റെപ്പുകളേ ഉള്ളൂ. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഷൂവിൻ്റെ മാസ് കണ്ടുപിടിക്കുക, മാസ് ഓഫ് ദി ഷൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂവിൻ്റെ സൈസ് കണ്ടുപിടിക്കുക, സൈസ് ഓഫ് ദി ഷൂ കണ്ടുപിടിക്കുക. ആൻഡ് ലാസ്റ്റ് വൺ, ദ ഡയമെൻഷൻ ഓഫ് ദി സ്പ്രിംഗ് ഡയമെൻഷൻസിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മൾ സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിലെല്ലാം സ്പ്രിംഗ് ഡയമെൻഷൻസ് കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി സ്പ്രിംഗ് ഫോഴ്സ്, അതായത് നമ്മൾ ടോ ഈസ് ഈക്വൽ ടു 8F CK, നമ്മൾ സ്പ്രിങ്ങിനകത്ത് എഴുതുന്ന ഇക്വേഷൻ എങ്ങനെയായിരുന്നു, 8F
ഡി കെ ഡിവൈഡഡ് ബൈ പൈ ഡി ക്യൂ എന്ന് പറയുന്ന ഇക്വേഷനിൽ ഈ എഫ് എന്ന് പറയുന്ന വാല്യൂ ആണ് ഇപ്പോൾ എനിക്ക് എന്തായിട്ട് കിട്ടിയത്, സ്പ്രിംഗ് ഫോഴ്സ് പി എസ് ആയിട്ട് കിട്ടിയത്. സോ ബാക്കിയുള്ള വാല്യൂസ് നമുക്ക് കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സ്പ്രിംഗ് ഇൻഡെക്സ് ഒക്കെ തന്നിരുന്നു കഴിഞ്ഞാൽ സ്പ്രിംഗ് ഡിസൈൻ നമുക്ക് ഓൾറെഡി ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു പ്രൊസീജിയറിനകത്ത് ഞാൻ സ്പ്രിംഗ് ഡിസൈനെ പറ്റി അധികം ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഹെലിക്കൽ കംപ്രഷൻ സ്പ്രിങ്ങിൻ്റെ DME1 പോർഷൻ്റെ പ്രൊസീജിയറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഒന്നും കൂടെ കണ്ട് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൻ്റെയും മൾട്ടിപ്പിൾ പ്ലേറ്റ് ക്ലച്ചിൻ്റെയും പ്രോബ്ലംസ് ചെയ്തതിനകത്ത് നമ്മൾ സ്പ്രിംഗ് ഡിസൈൻസിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു, അത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ടൊന്ന് റെഫർ ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്കിതിലേക്കപ്പം വീണ്ടും വരികയാണ്. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ള കാര്യങ്ങൾ നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻസ് വെച്ചിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിംഗ് നമ്മളായിരിക്കണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെ സ്പീഡിൽ നിന്ന് അവനൊരു പെർട്ടിക്കുലർ സ്പീഡിലേക്ക് എത്തുകയാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെ സ്പീഡ് ആ ω1 എന്ന് പറയുന്ന സ്പീഡിൽ നിന്ന് അവൻ ω2ലേക്ക് എത്തുന്നത്. അതായത് 2 സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ് ആണ് ഇവിടെ വരുന്നത്. അതിൽ ആദ്യം ഉള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നതാണ് ആരുമായിട്ട് ബാലൻസ് ആയി നിൽക്കുന്നത്, സ്പ്രിംഗ് ഫോഴ്സുമായിട്ട് ബാലൻസ് ആയി നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സ്പ്രിംഗ് ഫോഴ്സ് ഡയറക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ ഞാൻ ഇക്വേഷൻ 1 എന്ന് വല്ലതും വിളിക്കുകയാണ്. അപ്പം ഇതിനകത്ത് എൻ്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താണ് എൻ്റെ എന്താണ് മാസ് ഓഫ് ദി ഷൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മാസ് ഓഫ് ദി ഷൂ കണ്ടുപിടിക്കണം. മാസ് ഓഫ് ഷൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ മാസ് ഓഫ് ഷൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നോർമലി നമുക്ക് ഒരു ഇതിനകത്ത് തന്നെ ഫസ്റ്റ് സബ് സ്റ്റെപ്പ് പറയുകയാണ്. നോർമലി നമുക്ക് ഗിവൺ തരുന്നത് ഈ ഒരു ക്ലച്ച് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട പവറും ആ ഒരു സ്പീഡ് എന്നും വാല്യൂവും നമുക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, അതായത് അതിൻ്റെ റണ്ണിങ് സ്പീഡ് അതാണ് നമ്മൾ N എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ കേസിൽ പറയുകയാണെങ്കിൽ N2 എന്ന് തന്നെ പറയണം. അപ്പോൾ റണ്ണിങ് കണ്ടീഷനിലുള്ള പവർ, അതായത് മാക്സിമം എത്രയാണ്, ഏത് സ്പീഡിലാണ് പവർ ട്രാൻസ്ഫർ, അതാണ് റണ്ണിങ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ പറയാം ലെറ്റ് ബി ഇവിടെ എന്താണ് പവർ P നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും, അതുപോലെ സ്പീഡ് N2ഉം തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ 2 വാല്യൂയും വെച്ചുകൊണ്ട് എന്ത് കണ്ടുപിടിക്കണം, ഇവിടുത്തെ ടോർക്ക് ട്രാൻസ്മിറ്റഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അത് യൂഷ്വലി നമുക്കറിയാം എന്താണ്. അപ്പം മാസ് ഓഫ് ഷൂവിൽ തന്നെ ഫസ്റ്റ് സബ് സ്റ്റെപ്പാണ് എന്താണ്, ടോർക്ക് ട്രാൻസ്മിറ്റഡ് is to be calculated from the given power value and the speed at which this power is transmitted. So ആ കണ്ടീഷൻസ് അറിയാൻ നമുക്കറിയാം. T is equal to എന്താണ് 9.55 into 10⁻⁶p divided by n. ഇക്വേഷൻ 3.3a പേജ് നമ്പർ 50. ഈ ഇക്വേഷൻ നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ N എന്ന സ്ഥാനത്ത് ഏത് വാല്യൂ ഇട്ട് കൊടുക്കണം, N2ൻ്റെ വാല്യൂ എത്രയാണോ അത് തന്നെയാണ് ഇട്ട് കൊടുക്കുക. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിൻ RPM തന്നെയാണ് ഈ ഇക്വേഷനിൽ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടി, ടോർക്ക് ട്രാൻസ്മിറ്റഡ് എത്രയാണെന്നുള്ളത് കിട്ടി. അപ്പം മാസ് ഓഫ് ഷൂവിൽ തന്നെ ഫസ്റ്റ് സബ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർക്ക് ടു ബി ട്രാൻസ്മിറ്റഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാനിതിപ്പോൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞത് ഡിസൈൻ പ്രൊസീജിയർ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മാസ് ഓഫ് ദി ഷൂ ഇതാണ്. അപ്പം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിലെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ് കണ്ടുപിടിക്കുക. സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ്, ഫൈൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് എൻഗേജ്മെൻറ്റ്, അതായത് ഫസ്റ്റ് പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആൻഡ് അറ്റ് റണ്ണിങ് പൊസിഷൻ, അതായത് N1 എന്ന് പറയുന്ന സ്പീഡിലെയും അതിൽ N2 എന്ന് പറയുന്ന സ്പീഡിലെയും എന്ത് കണ്ടുപിടിക്കുക, എൻ്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അത് ഓൾറെഡി ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും ഇവിടെ എടുത്ത് എഴുതുന്നില്ല. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പിൽ മീൻ ചെയ്ത് എന്താണ്, വി നീഡ് ടു കാൽക്കുലേറ്റ് വാട്ട് ഈസ് PC1 ആൻഡ് PCF2. PCF1 ആൻഡ് അതായത് CF മീൻസ് സെൻട്രിഫ്യൂഗൽ. നമ്മൾ P1 P2 എന്ന് എഴുതിയാലും മതി, പ്രശ്നമില്ല. CF സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ടോർക്ക് ട്രാൻസ്മിറ്റർ കണ്ടുപിടിക്കുക, ദെൻ ഷൂവിൽ ഡെവലപ്പ് ചെയ്യുന്ന എന്ത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ആലോചിച്ച് നോക്കി, നമ്മൾ ഇവിടെ ഇപ്പോൾ എന്താണ് ω1 നിന്നും ഇവൻ ω2 എത്തുമ്പോഴത്തേക്കിനും ഈ ഡ്രമ്മും ഷൂവും തമ്മിൽ എന്തിൽ വന്നു, കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞു. സോ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് അപ്പോൾ എത്ര ആയിരിക്കും, ഞാൻ ആ ഒരു ഷൂ താപ്പ് ഇവിടെ എൻഗേജ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ നോക്കിയേ, ഈ റണ്ണിങ് സ്പീഡിലെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അതായത് PCF2 ഔട്ട്വേർഡ് ഡയറക്ഷനിൽ നിൽക്കുന്നു, സ്പ്രിംഗ് ഫോഴ്സ് താഴേക്ക് നിൽക്കുന്നു, ശരിയല്ലേ? അപ്പോൾ നെറ്റ് ഫോഴ്സ് എത്ര ആയിരിക്കും? സോ ദ നെറ്റ് ഫോഴ്സ് വിൽ ബി എത്രയായിരിക്കും, PCF2 ഔട്ട്വേർഡ് PS ഡൗൺവേർഡ്, അപ്വേർഡ് മൈനസ് ഡൗൺവേർഡ്. സോ നെറ്റ് ഫോഴ്സ് എത്ര ആയിരിക്കും?
സോ അതിൽ തന്നെ അടുത്ത സബ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് ഫോഴ്സ് ഓൺ ഡ്രം. നെറ്റ് ഫോഴ്സ് ഓൺ ഡ്രം കാൽക്കുലേറ്റ് ചെയ്യുക. നെറ്റ് ഫോഴ്സ് ഓൺ ഡ്രം. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എത്ര വരും? ആ ഫിഗറിൽ കാണുന്ന പോലെ PCF2 സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഔട്ട്വേർഡ് ഡയറക്ഷനിലാണ്, അതേ മൈനസ് ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ള എൻ്റെ സ്പ്രിംഗ് ഫോഴ്സ്. ഈ സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ തിയറി പറഞ്ഞപ്പോൾ എന്തിന് ഈക്വൽ തന്നെയാണ്? ഇനിഷ്യലി ഉള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന് ഈക്വൽ ആണെന്ന് പറഞ്ഞു. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം എന്താണ്? PCF അറ്റ് ദി സെക്കൻഡ് പൊസിഷൻ മൈനസ് ഫോഴ്സ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അറ്റ് ദി ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ mRg/1000 കോമൺ ആണ് അല്ലേ? അപ്പോൾ എനിക്ക് ഈ വാല്യൂ എങ്ങനെ എഴുതാം? m into Rg divided by 1000 into omega 2. Rg ഓൾറെഡി ഔട്ട് സൈഡിലെടുത്തു. നമുക്കപ്പോൾ omega 2 square minus omega 1 square. സോ ദിസ് ഈസ് ദ നെറ്റ് ഫോഴ്സ് ഓൺ ദി ഡ്രം. അപ്പോൾ നമുക്ക് നെറ്റ് ഫോഴ്സ് അപ്പോൾ ഏത് ഡയറക്ഷനിലായിരിക്കും? യൂഷ്വലി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആയിരിക്കും മാക്സിമം വരുന്നത്. കാര്യം നമ്മൾ പറഞ്ഞു സ്പ്രിംഗ് ഫോഴ്സ് omega 1 ഈക്വലാണ്. omega 1 ഹയർ വാല്യൂ ആണ് omega 2. അപ്പോൾ ഒബ്വിയസ്ലി PCF2 തന്നെയാണ് വലിയ വാല്യൂ PS-നേക്കാളും അല്ലേ? അപ്പോൾ നെറ്റ് ഫോഴ്സ് എങ്ങോട്ട് തന്നെ? ഔട്ട്വേർഡ് ഡയറക്ഷനിൽ തന്നെയാണ് വരുന്നത്. നെറ്റ് ഫോഴ്സും ഔട്ട്വേർഡ് ഡയറക്ഷനിൽ തന്നെയാണ്. ആ ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ആ ഡ്രമ്മും ഇതുമായിട്ടുള്ള ആ കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ നോർമൽ ഡയറക്ഷൻ, അത് ആ നോർമൽ റേഡിയലി ഔട്ട്വേർഡാണ്. അതുകൊണ്ട് തന്നെ ഈ ഇവിടെ നമുക്ക് ലൈനിങ് കൊടുത്തിട്ടുണ്ടല്ലേ? അപ്പോൾ ഈ ലൈനിങ്ങിനും ഡ്രമ്മിനും ഇടയ്ക്കുണ്ടാകുന്ന ആ ടാൻജൻഷ്യൽ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്വേർഡ് റിയാക്ഷൻ n ആണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ μ ടൈംസ് n ആയിരിക്കും. സിമിലർലി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? അടുത്ത സബ് സ്റ്റെപ്പിൽ കണ്ടുപിടിക്കാൻ പോകുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കും. ഫ്രിക്ഷൻ ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കും. ഫ്രിക്ഷൻ ഫോഴ്സ് ഞാൻ FT എന്ന് എഴുതുവാണെങ്കിൽ അല്ലെങ്കിൽ FF ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ ഫോഴ്സ്. ടാൻജൻഷ്യൽ എന്ന് കാണിക്കാൻ FT എന്ന് എഴുതാം, അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് FF എന്ന് വേണമെങ്കിലും എഴുതാം. എങ്ങനെ എഴുതിയാലും പ്രശ്നങ്ങളൊന്നുമില്ല. സോ വിച്ച് ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നെറ്റ് ഫോഴ്സ് ഓൺ ദി ഡ്രം ഇൻറ്റു മ്യൂ. സോ മ്യൂ ഇൻറ്റു എന്ത് വരും? mRg/1000 ഇൻറ്റു omega 2 square മൈനസ് omega 1 square. omega 2 square മൈനസ് omega 1 square. സോ ഇതാണ് എൻ്റെ നെറ്റ് ഫോഴ്സ്. സോ നെറ്റ് ഫോഴ്സ് മ്യൂ ടൈംസ് n, ആ ഒരു കണ്ടീഷൻ. സോ അപ്പം ഇത് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? ഷൂവിൻ്റെ ടാൻജൻഷ്യൽ ഡയറക്ഷനിൽ, അതായത് ഡ്രമ്മുമായിട്ട് ചേർന്നിരിക്കുന്ന പൊസിഷനിലാണ്. അപ്പോൾ അവിടെ വരെ സെൻട്രൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? അതിൻ്റെ റേഡിയസ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഡ്രമ്മിൻ്റെ റേഡിയസാണ്. ഇത് ഔട്ട് സൈഡ് ആയല്ലേ? അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെയാണ് എൻ്റെ എന്താ ആക്ട് ചെയ്യുന്നത്? എൻ്റെ ടാൻജൻഷ്യൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ വരെയുള്ള എൻ്റെ എന്താണ് സെൻട്രിൽ നിന്നുള്ള ഈ ഡിസ്റ്റൻസ്, അതാണ് എൻ്റെ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി ഡ്രം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ എന്ത് എഴുതാൻ പറ്റും? ടോർക്ക്, ഫ്രിക്ഷണൽ ടോർക്ക് ട്രാൻസ്മിറ്റഡ്. സോ ടോർക്ക് പ്രൊഡ്യൂസ്ഡ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? FT ഇൻറ്റു RD എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് മ്യൂ ഇൻറ്റു mRg ഇൻറ്റു RD ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു omega 2 square മൈനസ് omega 1 square. സോ ഇതാണ് എൻ്റെ ടോർക്കിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അല്ലേ? പക്ഷേ ഈ ടോർക്ക് വാല്യൂ ഈ ഇക്വേഷനിൽ നമ്മൾ നോക്കിയേ. ഈ ഇക്വേഷനിൽ നമ്മൾ ഓൾറെഡി എന്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? ടോർക്ക് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ടോർക്ക് കിട്ടിയിട്ടുണ്ട്. മ്യൂ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ അത് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ടേബിളിൽ നിന്ന് എടുക്കാൻ പറ്റും. Rg RD വാല്യൂസ് തന്നിട്ടുണ്ടായിരിക്കും. omega 2 omega 1 തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കുക? വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി മാസ് ഓഫ് ദി ഷൂ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാസ് ഓഫ് ദി ഷൂ എന്ന് പറയുന്ന ഫസ്റ്റ് സബ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നത്. എൻ്റെ പവർ കാരണം ഉണ്ടാകുന്ന ഈ ടോർക്ക് തന്നെ ആയിരിക്കണം ഈ ടോർക്കും. ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ടോർക്ക് തന്നെ ആയിരിക്കണം ഇതിന് ഇക്വലൻ്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഈ ടി ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൽ വരുന്ന എന്ത് കണ്ടുപിടിക്കുന്നത്? ടോർക്ക് വഴി അതിൻ്റെ ആ ഒരു അവിടെയുള്ള ഷൂവിൻ്റെ മാസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ദിസ് ഈസ് ദ കാൽക്കുലേഷൻ ഓഫ് മാസ് ഓഫ് ദി ഷൂ. ഇനി ഞാൻ പറഞ്ഞു നമുക്ക് സൈസ് ഓഫ് ദി ഷൂ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ സൈസ് ഓഫ് ദി ഷൂ കണ്ടുപിടിക്കാൻ ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം, നമുക്ക് ഷൂ എന്ന് പറയുന്ന ഒരു എന്താണ് സർക്കിളിൻ്റെ പാർട്ടായിട്ടാണ് വരുന്നത് അല്ലേ? അതിവിടെ സെൻറ്ററുമായിട്ട് ഒരു പെർട്ടിക്കുലർ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ടാവും.
ഇവിടെ സെൻറ്ററിലേക്ക് വരുവാണെങ്കിൽ അവൻ സെൻറ്ററുമായിട്ട് ഒരു പർട്ടിക്കുലർ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ടാവും. ആംഗിൾ ഞാൻ പറയുന്നു ലെറ്റ് ഇറ്റ് ബി തീറ്റ. ഇതൊരു സർക്കിളിൻ്റെ പോർഷൻ അല്ല, അപ്പോൾ ഇത് ഒരു സെൻറ്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെന്ന് പറയും. ഇനി നോക്കി ഈ ഷൂ ഇരിക്കുന്നതായി ഈ ഒരു ഇതിൻ്റെ സർക്കംഫറൻഷ്യൽ ലെങ്ത്, ആ ലെങ്ത് ഞാൻ പറയുന്നത് ലെറ്റ് ഇറ്റ് ബി എൽ ആണെന്ന് പറയുന്നത്. സോ ലെറ്റ് ഇറ്റ് ബി എൽ. അപ്പോൾ ഈ എൻഗേജ് ചെയ്തിരിക്കുന്ന പൊസിഷനിൽ സെൻട്രൽ നിന്ന് ഷൂവിൻ്റെ ഇവിടെ വരെയുള്ള ഈ ഡിസ്റ്റൻസ്, ഈ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആർ ഡി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഷൂവിൻ്റെ ആർക്ക് ലെങ്ത് കണ്ടുപിടിച്ചിട്ട് ഈ ഇൻക്ലൂഡഡ് ആംഗിൾ തീറ്റ എന്ന് ഞാൻ എടുക്കുകയാണെങ്കിൽ റേഡിയസ് ഇൻറ്റു ഇൻക്ലൂഡഡ് ആംഗിൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആർക്ക് ലെങ്ത്, അതായത് എൽ വാല്യൂ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ? ഡയമെൻഷൻസ് ഓഫ് ഷൂ അല്ലെങ്കിൽ സൈസ് ഓഫ് ഷൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സൈസ് ഓഫ് ഷൂ. അപ്പോൾ സൈസ് ഓഫ് ഷൂ കണ്ടുപിടിക്കാൻ നമുക്കിപ്പോൾ ഇക്വേഷൻ അതിൽ ഒന്ന് അതിൻ്റെ ആ പെരിഫറിയിലുള്ള ലെങ്ത് എൽ ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എൽ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു റേഡിയസ് ആർ ഡി ഇൻറ്റു ഇൻക്ലൂഡഡ് ആംഗിൾ തീറ്റ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ തീറ്റ എന്ന് പറയുന്നത് നമ്മൾ എന്തിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ? റേഡിയലിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഇനി ഒരു ഷൂവിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് എന്തൊക്കെ വേണം? അതിൻ്റെ ബ്രെഡ്ത്ത് വേണം. ബ്രെഡ്ത്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും? നമുക്ക് ഇപ്പോൾ ലെങ്ത് ഓഫ് ദി ഷൂ കിട്ടി, അപ്പം അല്ലേ, ആ ഒരു ലെങ്ത് കിട്ടി. ഇനി ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഏരിയ ഓഫ് ദി ഷൂ കണ്ടുപിടിക്കാൻ പറ്റും. ഏരിയ ഓഫ് ദി ഷൂ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മളൊരു 3D ആയിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാനിവിടെ ഒരു ഷൂ മാത്രം എടുത്താൽ, ഇങ്ങനൊരു പോർഷൻ ഇവിടെ ഉണ്ടല്ലേ, ഇത്രയും ഭാഗം ഒരു 3D ഒബ്ജക്റ്റായിട്ട് ഒരു നമ്മൾ കേക്ക് കട്ട് ചെയ്ത് വിചാരിക്കുന്നതാണ്. അപ്പം ഇതെന്ന് പറയുന്നത് അതിൻ്റെ ബി, ലെറ്റ് ഇറ്റ് ബി ദ വിഡ്ത്ത് ഓഫ് ദി ഷൂ. ബി എന്ന് പറയുന്നത് ഷൂവിൻ്റെ വിഡ്ത്താണെന്ന് വിചാരിക്കുക. വിഡ്ത്ത് ഓഫ് ദി ഷൂ, വിഡ്ത്ത് ഓഫ് ഷൂ. അങ്ങനെയാണെങ്കിൽ ആ ഷൂ എൻഗേജ് ചെയ്യുന്ന ഏരിയ എങ്ങനെ ആയിരിക്കും? നമ്മൾ ഇതൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു, അല്ലെങ്കിൽ ഇതൊരു ചെറിയ സൈസാണെന്ന് വിചാരിച്ചാൽ അപ്രോക്സിമേറ്റ്ലി എന്താ ഒരു റെക്റ്റാങ്കിൾ പോലെ നമുക്ക് കൺസിഡർ ചെയ്യാം. കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി ഷൂ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ എഴുതാം. അപ്പം ഈ ലെങ്ത് ഇപ്പം നമുക്കറിയാം, ഇതെന്ന് പറയുന്നത് എന്താണ്? എല്ലാണ്. ആർക്ക് ലെങ്ത് എല്ലും, ഇതെന്താണ്? ബി ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്കറിയാം ഏരിയ എന്ന് പറയുന്നത് എന്താണ്? എൽ ഇൻറ്റു ബി ആണ്. അപ്പം ഇത് എന്ത് ചെയ്യുകയാണ്? ഈ ഡ്രമ്മിലേക്ക് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആ പ്രഷർ കാരണമാണ് അവിടെ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു പവർ ട്രാൻസ്മിറ്റ് ചെയ്തത്. അപ്പോൾ അവിടെയുള്ള പ്രഷർ ലെറ്റ് ഇറ്റ് ബി പി ആണെങ്കിൽ, ആ ഫ്രിക്ഷൻ ലൈനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം പ്രഷർ പി ആണ്, അല്ലെങ്കിൽ അലവബിൾ പ്രഷർ പി ആണെങ്കിൽ അവിടെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എക്സേർട്ടഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര ആയിട്ട് എഴുതാം? ദാറ്റ് ഈസ് പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഏരിയ ഇൻറ്റു അല്ല, പ്രഷർ ഇൻറ്റു ഏരിയ, ദാറ്റ് ഈസ് പി ഇൻറ്റു എൽ ബി എന്ന് എഴുതാം അല്ലേ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഈ ഇവിടെ വരുന്ന ഈ പ്രഷർ ഫോഴ്സ് ആര് കാരണം ഉണ്ടാകുന്നതാ? ഈ രണ്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെയും, അതായത് ഈ നെറ്റ് ഫോഴ്സ് കാരണം ഉണ്ടാകുന്നതാ. ഈ നെറ്റ് ഫോഴ്സ് തന്നെയാണല്ലോ ഈ പ്രഷർ കാരണം ഉണ്ടാകുന്ന ഫോഴ്സും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവരെ രണ്ടുപേരും ഡിക്കേറ്റ് ചെയ്തിവിടെ, ദാറ്റ് ഈസ് PCF2 മൈനസ് PCF1, PCF2 മൈനസ് PCF1, അതായത് നെറ്റ് ഫോഴ്സ് ഓൺ ദി ഡ്രം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ പ്രഷർ കാരണം ഉണ്ടാകുന്ന ഫോഴ്സിന് ഈക്വൽ ആയിരിക്കത്തില്ലേ? അപ്പോൾ ഈ രണ്ട് വാല്യൂസ് നമുക്കറിയാം. പ്രഷർ നമുക്ക് ഗിവൺ ആയിരിക്കും, അല്ലെങ്കിൽ ടേബിളിൽ നിന്ന് എടുക്കാം. ഈ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള വഴിയും നമുക്കുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഷൂവിൻ്റെ ഡയമെൻഷൻ, അതായത് ബി വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പം ഈ ഇക്വേഷൻ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൈസ് ഓഫ് ദി ഷൂവും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡയമെൻഷൻസ് ഓഫ് ദി സ്പ്രിങ്. അതിൽ PS വാല്യൂ നമുക്ക് PCF1 എന്ന് പറയുന്ന വാല്യൂ തന്നെയാണ് PS വാല്യൂ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ടോയ്സിക്കിൽ 8F dk/πdk എന്ന് പറയുന്ന ഇക്വേഷനിലെ F എന്ന് പറയുന്ന വാല്യൂ ആണ് ഈ PS എന്ന് പറയുന്നത്. അപ്പോൾ അതും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ആ ഒരു വാല്യൂ വെച്ചുകൊണ്ട് നമുക്ക് ഫർദർ ആയിട്ടുള്ള സ്പ്രിങ്ങിൻ്റെ പ്രൊസീജിയറും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ ചെയ്തു പോവാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട്. ഒരു സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണമാണ് അവിടെ ക്ലച്ചിങ് ഓപ്പറേഷൻ നടക്കുന്നത്, എൻഗേജ്മെൻറ്റ് നടക്കുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ, അതായത് സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഡ്രൈവർ സ്റ്റാർട്ട് ചെയ്ത് ഒരു പർട്ടിക്കുലർ സ്പീഡ് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? എൻഗേജ്മെൻറ്റ് പോസിബിൾ ആവുന്നത്. അപ്പോൾ ആ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് റണ്ണിങ് ടൈമിൽ, സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലെ സ്പീഡ് ω1 ആണെങ്കിൽ അവിടുത്തെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ദെൻ റണ്ണിങ് പൊസിഷനിലെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ഈ രണ്ട് ഫോഴ്സിൻ്റെയും കൂടെ നെറ്റ് വാല്യൂ ആണ് ഡ്രമ്മിൽ ആക്ട് ചെയ്യുന്നത്.
ആ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ടോർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നെറ്റ് ഫോഴ്സ് ഓൺ ദി ഡ്രം അത് വെച്ചുകൊണ്ട് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കുന്നു. ഫ്രിക്ഷണൽ ഫോഴ്സ് മ്യൂ ടൈംസ് നെറ്റ് ഫോഴ്സ് ചെയ്യുക. ദെൻ അതേ ഇൻറ്റു റേഡിയസ് ഓഫ് ഡ്രം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടോർക്ക് കിട്ടി. അതിനെ പവറിൻ്റെ ഇക്വേഷനിൽ നിന്ന് കിട്ടുന്ന ടോർക്കുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മാസ് ഓഫ് ദി ഷൂ കണ്ടുപിടിക്കാം. ദെൻ സൈസ് ഓഫ് ദി ഷൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഇത് എന്താണ്? ഇൻക്ലൂഡഡ് ആംഗിൾ തീറ്റ, റേഡിയസ് ആർ ഡി ആണെങ്കിൽ ആർക്ക് ലെങ്ത്, ഷൂവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? സർക്കംഫറൻഷ്യൽ ലെങ്ത് എന്ന് പറയുന്നത് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഡി ഇൻറ്റു തീറ്റ എന്ന് എഴുതാം, വേർ തീറ്റ ഈസ് ഇൻ റേഡിയൻ. ദെൻ ഞാൻ പറയാം, ഈ ഒരു ഷൂവിൻ്റെ വിഡ്ത്ത് ബി ആണെങ്കിൽ ആ എൻഗേജ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ എൽ ഇൻറ്റു ബി എന്ന് പറയുന്ന ഒരു പോലെ ആയിരിക്കും, അപ്രോക്സിമേറ്റ്ലി എൽ ഇൻറ്റു ബിക്ക് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്ന ഈ ഫ്രിക്ഷൻ ലൈനിങ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രഷർ പി ആണെങ്കിൽ അവിടുത്തെ പ്രഷർ ഫോഴ്സ് പി ഇൻറ്റു എൽ ബി ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു ദി നെറ്റ് ഫോഴ്സ് ഓൺ ദി ഡ്രം. അതുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? അവിടുത്തെ ഷൂവിൻ്റെ എന്ത് കണ്ടുപിടിക്കുന്നു? ഡയമെൻഷൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ സ്റ്റെപ്പായിട്ട് സെൻട്രിഫ്യൂഗൽ ക്ലച്ചസിനകത്ത് പറയാനുള്ളത്. എന്തൊക്കെയാണ്? ഒന്ന്, മാസ് ഓഫ് ദി ഷൂ കണ്ടുപിടിക്കുക. രണ്ട്, സൈസ് ഓഫ് ദി ഷൂ കണ്ടുപിടിക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ്, ഡയമെൻഷൻസ് ഓഫ് ദി സ്പ്രിങ്. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തിയറി അല്ലെങ്കിൽ ഒരു ഡിസൈൻ കൺസെപ്റ്റ് ഓഫ് സെൻട്രിഫ്യൂഗൽ ക്ലച്ച് മനസ്സിലായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, ഇതിലെ ഇക്വേഷൻസ് ഒന്നും നമ്മളുടെ മഹാദേവൻ ഡേറ്റാ ബുക്കിൽ അവൈലബിൾ അല്ല. സോ അതുകൊണ്ട് ഇക്വേഷൻസ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ആ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ആ ഒരു സീക്വൻസിൽ ഓർത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇക്വേഷൻസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ പെട്ടെന്ന് എഴുതാൻ പറ്റും. ആദ്യമുള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, അത് മാക്സിമം സ്പീഡ് എത്തുമ്പോഴുള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, അതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ നെറ്റ് ഫോഴ്സ് കിട്ടും. അതേ ടൈംസ് മ്യൂ ചെയ്യുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് കിട്ടും. അതേ ഇൻറ്റു ഡ്രമ്മിൻ്റെ റേഡിയസ് ചെയ്യുമ്പോൾ ടോർക്ക് കിട്ടും. ആ ടോർക്കിനെ പവറിൻ്റെ ഇക്വേഷനിൽ നിന്ന് കിട്ടുന്ന 9.55 × 10⁻⁶ P/N എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് കിട്ടുന്ന ടോർക്കുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് മാസ് ഓഫ് ദി ഷൂ കിട്ടും. ദെൻ സൈസ് ഓഫ് ദി ഷൂ കണ്ടുപിടിക്കാൻ ആർക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ഇൻക്ലൂഡഡ് ആംഗിൾ എന്നുള്ള കൺസെപ്റ്റിൽ നിന്നും ആ സർക്കംഫറൻഷ്യൽ ലെങ്ത് കണ്ടുപിടിക്കുക. വിഡ്ത്ത് ഓഫ് ദി ഷൂ ബി ആണെങ്കിൽ ആ എൽ ഇൻറ്റു ബി എന്ന് പറയുന്നതാണ് അവിടുത്തെ ഷൂവിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ഏരിയ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. അതേ ഇൻറ്റു അവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ ചെയ്യുമ്പോൾ അവിടുത്തെ നെറ്റ് ഫോഴ്സ് കിട്ടും. ആ നെറ്റ് ഫോഴ്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സസിൻ്റെ ഡിഫറൻസ് തന്നെയാണ് അവിടുത്തെ നെറ്റ് ഫോഴ്സ്. അപ്പോൾ അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഷൂവിൻ്റെ ഡയമെൻഷൻസും അവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ സൈസും എത്രയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡയമെൻഷൻസ് ഓഫ് സ്പ്രിങ് ആണ്. അത് ഇനിഷ്യലി ഉള്ള സെൻട്രിഫ്യൂഗൽ, അതായത് എൻഗേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള സ്പീഡ് എത്ര ആണോ ആ സ്പീഡ് കാരണം ഉണ്ടാകുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെയാണ് സ്പ്രിങ് ബാലൻസ് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ സ്പ്രിങ്ങിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യലി ഉള്ള, അതായത് സ്ലോവർ സ്പീഡിലുള്ള എന്താണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് തന്നെയാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ബാക്കിയുള്ള ഫർദർ സ്പ്രിങ് ഡിസൈനും ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. സോ അടുത്ത ലെക്ചറിൽ നമ്മളിതിൻ്റെ ഒരു സാമ്പിൾ പ്രോഗ്രാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ആൾ.